കേരളത്തിലെ പോലെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് മത്സരം കൂടി തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. നമുക്കറിയാം എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന ഡി എം കെ വലിയ തോതിൽ തന്നെ പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡി എം കെയെ സംബന്ധിച്ച് 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എം കെ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഒക്കെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഒരു 10:00 ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും വിജയിക്ക് തിളങ്ങാൻ കഴിയുമെന്നുള്ള വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് തമിഴ്നാട്ടിൽ നൽകിയിരിക്കുന്നത്. 100-ലധികം സീറ്റുകളുമായി വിജയ് തന്നെയാണ്, TVK തന്നെയാണ്, തമിഴക വെട്ടിക്കഴകം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു സർക്കാർ രൂപീകരണത്തിന് വിജയ്ക്ക് കയ്യെത്തും ദൂരത്തേക്ക് എത്തുന്നു. 111 ആ മാന്ത്രിക സംഖ്യയിലേക്ക് വിജയ് അടുത്തെത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തൊട്ട് പിന്നിലായി അണ്ണാ DMK നിൽക്കുന്നുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് DMKക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പോൾ ചെന്നൈയിലേക്ക് ഒക്കെ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിലെ DMKയുടെ ആസ്ഥാന മന്ദിരത്തിലൊക്കെ പന്തലുകൾ കഴിഞ്ഞ ദിവസം കെട്ടിയിരുന്നു. അതൊക്കെ പൊളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണവും ഇതുതന്നെയാണ്. വിജയുടെ ആ ഒരു ട്രെൻഡ് അത് വലിയ തോതിൽ തന്നെ തമിഴ്നാട്ടിലാകെ അലയടിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ഏറെ സംശയത്തോടു കൂടി ചോദിച്ച, അതായത് വിജയ്ക്ക് 10 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചവർ ഇന്ന് 10 ഇരട്ടിയോളം സീറ്റ് പിടിച്ചിരിക്കുന്നു എന്നുള്ള മറുപടി കൂടിയാണ് TVK പ്രവർത്തകർ പറയുന്നത്. ആകെ സീറ്റ് 234ആണ്. 118 സീറ്റ് കേവല ഭൂരിപക്ഷം പറയുന്നു. അതിൽ 101 സീറ്റുകൾ പിന്നിട്ടുകൊണ്ട് TVK മുന്നേറുന്ന ഒരു കാഴ്ച. തൊട്ടു പിന്നിലായി അണ്ണാ DMK 72 സീറ്റുകളുമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ DMK കഴിഞ്ഞ തവണ 153 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ കേവലം 53 സീറ്റുകൾ മാത്രം, 100 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 100 സീറ്റുകളും TVKക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വിജയുടെ വളർച്ചയിൽ ആര് തളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം അത് മറ്റാരുമല്ല, MK സ്റ്റാലിൻ തന്നെയാണ്. അതിനുള്ള കൃത്യമായ ഒരു കണക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഏകദേശം ഒരു 10:00 പുറത്തു വന്ന കണക്കുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തുടക്കത്തിൽ വിജയ് സർക്കാർ രൂപീകരണത്തിനായി ADMKയുമായി സഹകരിക്കുമോ, അതിനുള്ള തിരക്കിട്ട ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ ഇനി വിജയ്ക്ക് ആരുടെ മുന്നിലേക്കും എത്തേണ്ടതില്ല, വിജയുടെ മുന്നിലേക്ക് മറ്റുള്ളവർ എത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇനി കാണാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ BJPക്കും ഏറെ ആശ്വസിക്കാവുന്നതാണ്. കാരണം ADMKയുമായി ചേർന്നുകൊണ്ട് ഒരു സഖ്യം രൂപീകരിച്ച് അവിടെ ഭരണത്തിലേറാമെന്നുള്ള പളനിസ്വാമിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഈ ഘട്ടത്തിൽ TVKയുമായി ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ടൊരു സഖ്യമെന്ന രീതിയിൽ തമിഴ്നാട് ഭരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ 118 എന്ന സംഖ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിജയെ സംബന്ധിച്ച് ആരുമായും സഖ്യം ചേരേണ്ടതില്ല. തങ്ങൾ സ്വന്തമായി തന്നെ ഭരണം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഉറച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളേവരും കണ്ടതാണ്, തമിഴ്നാട്ടിൽ ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിനുള്ള ചില ചുവടുവയ്പ്പുകൾ തുടങ്ങിയിരുന്നു. വിജയ് തന്നെ കൃത്യമായി മഹാബലിപുരത്തും മറ്റുമൊക്കെ റിസോർട്ടുകൾ ബുക്ക് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് എത്തുക, മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പയറ്റണമെന്നുള്ള കാര്യങ്ങൾ ഇതിനു മുന്നേ ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് വിജയ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിജയെ സംബന്ധിച്ചും ഇത് ഏറെ നിർണായകമായൊരു നീക്കം തന്നെയാണ്. അതുപോലെ തന്നെ പലവിധ സംഭവങ്ങൾ ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ അലയടിച്ചെങ്കിൽ പോലും ജനങ്ങളെ കയ്യിലെടുക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും വലിയൊരു ഭാവി വിജയ്ക്കുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ്. പ്രത്യേകിച്ചും ഈ മെയ് 4 വിജയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ വിജയ് ഇനി ഒരു രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ചോദിച്ചിരുന്നു, വിജയ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി സിനിമയിലേക്ക് തിരികെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്നാലില്ല. അതായത് MGRന് ശേഷം 2ാം MGR എന്നുള്ള ഒരു പദവി കൂടി വിജയ്ക്ക് ഇതിലൂടെ സ്വന്തമാകുമെന്ന് തന്നെയാണ് തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. എന്തായിരുന്നാലും TVKയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 100-ലധികം സീറ്റുമായി മുന്നോട്ട് പോകുന്നു. ബഹുദൂരം പിന്നിലായി DMK വന്നിരിക്കുന്നു. വിജയുടെ രാഷ്ട്രീയ എതിരാളിയായി ചൂണ്ടിക്കാണിച്ച MK സ്റ്റാലിനെ ഇത്രയധികം പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്, മണ്ഡലത്തിൽ പോലും പിന്നിലാക്കാൻ കഴിഞ്ഞത് വിജയെ സംബന്ധിച്ച്, വിജയുടെ രാഷ്ട്രീയ പുതുമുഖം എന്ന രീതിയിൽ, ആദ്യ കന്നി അംഗം എന്ന രീതിയിൽ വിജയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര ഏടുകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കുതിപ്പായി തന്നെ, മത്സരമായി തന്നെ പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.